ഹാരി പോട്ടർ ആൻഡ് ഫിലോസഫർ സ്റ്റോൺ ചാപ്റ്റർ 3 ദ ലെറ്റേഴ്സ് ഫ്രം നോ വൺ. ആരുടേതെന്ന് അറിയാത്ത കത്തുകൾ. ആ സൂയിൽ നടന്ന പാമ്പുമായിട്ടുള്ള ഇൻസിഡൻറ്റിന് ശേഷം ഹാരിയുടെ അങ്കിൾ വെർണൻ ഹാരിയെ പണിഷ് ചെയ്തിരുന്നു. അവൻ്റെ കബോർഡിൽ അടച്ചിട്ട്. ആ പണിഷ്മെൻറ്റ് ഒരുപാട് കാലം നീണ്ടു നിന്നു. ഹാരി ആ കബോർഡിൻ്റെ പുറത്ത് പിന്നെ തിരിച്ചു വന്നപ്പോൾ അവൻ്റെ സമ്മർ വെക്കേഷൻ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ഹാരിക്ക് പക്ഷെ കുഴപ്പമില്ലായിരുന്നു. സ്കൂളിൽ പോയിരുന്നെങ്കിൽ അവൻ്റെ കസിനും ഫ്രണ്ട്സും അവനെ ഒരുപാട് ഹരാസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവനത് വലിയ കുഴപ്പമായിട്ട് തോന്നിയില്ല. പക്ഷേ അവൻ്റെ കസിൻ വീട്ടിലുള്ളത് കൊണ്ട് തന്നെ അവന് വീട്ടിലിരിക്കാനും വലിയ താല്പര്യമില്ല. അതുകൊണ്ട് സമ്മർ വെക്കേഷനിൽ അവൻ ഒരുപാട് ആ സ്ട്രീറ്റുകളിലൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവർ ഹാരിയോട് ഒരു കാര്യം പറയുന്നത്. അടുത്ത വർഷം അവനും ഡഡ്ലിയും വേറെ സ്കൂളുകളിലോട്ട് പോവുകയാണ്. ഡഡ്ലി ആണെങ്കിലോ അങ്കിൾ വെർണൻ പോയ പഴയ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പ്രൈവറ്റ് സ്കൂളിലാണ്, സ്മെൽറ്റിങ്സ്. ഡഡ്ലിയുടെ ഫ്രണ്ട് പിയേഴ്സും അവൻ്റെ കൂടെ സ്മെൽറ്റിങ്സിലാണ് പോകുന്നത്. ഹാരി ആണെങ്കിലോ അവിടെ സ്റ്റോൺ വാൾ എന്ന ഒരു ലോക്കൽ പബ്ലിക് സ്കൂളിലും. ഡഡ്ലി അത് പറഞ്ഞ് ഹാരിയെ എപ്പോഴും കളിയാക്കുമായിരുന്നു. കാരണം സ്റ്റോൺ വാളിൽ ഒരുപാട് റാഗിങ് സംഭവങ്ങളൊക്കെ നടക്കുന്ന സ്കൂളാണ്. ആദ്യത്തെ ദിവസം തന്നെ അവർ കുട്ടികളെയൊക്കെ ഒരുപാട് ഹരാസ് ചെയ്യുമായിരുന്നു. അങ്ങനെ ആൻഡ് പെറ്റൂണിയ ഡഡ്ലിക്ക് പുതിയ സ്കൂളിലെ യൂണിഫോം വാങ്ങിക്കാൻ ഡഡ്ലിയും കൊണ്ട് ലണ്ടനിലോട്ട് പോയി. ഹാരി അടുത്തുള്ള മിസ്സിസ് ഫിഗിൻ്റെ വീട്ടിൽ നിർത്തി. ഹാരിക്ക് മിസ്സിസ് ഫിഗിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു അവരോട് നിൽക്കുന്നത്. പക്ഷേ അന്ന് വൈകുന്നേരം ഷോപ്പിംഗ് കഴിഞ്ഞ് വന്ന് ഡഡ്ലി ആ പുതിയ സ്മെൽറ്റിങ്സ് യൂണിഫോമൊക്കെ ഇട്ടപ്പോൾ ഹാരിക്ക് ചിരി അടക്കി പിടിക്കാൻ കഴിഞ്ഞില്ല. കാരണം ആ യൂണിഫോമിൽ അവനെ കണ്ടാൽ ഒരു ഓറഞ്ച് മത്തങ്ങയെ പോലെ ഇരുന്നു. ഹാരിക്കാണെങ്കിലോ അവൻ്റെ ആൻറ്റ് പെറ്റൂണിയ ഡഡ്ലിയുടെ പഴയ തുണികളൊക്കെ ബ്ലീച്ച് ചെയ്താണ് കൊടുത്തത്, സ്കൂളിലെ യൂണിഫോമിൻ്റെ കളറുമായിട്ട് മാച്ച് ചെയ്യാൻ. അത് കണ്ടപ്പോൾ അവന് കുറച്ച് വിഷമം തോന്നി. അങ്ങനെ ഒരു ദിവസം അവരെല്ലാവരും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരിക്കുമ്പോൾ പെട്ടെന്ന് അവിടെ മെയിൽ വന്നു, കത്തുകൾ. വെർണൻ അങ്ങനെ ഡഡ്ലിയോട് പറഞ്ഞു, ഡഡ്ലി പോയി ആ കത്ത് എടുത്തിട്ട് വരാൻ. എന്നാൽ വാശിക്കാരനായ കുട്ടി പറഞ്ഞു, എനിക്ക് പറ്റില്ല, ഹാരിയോട് പറയാൻ. ഹാരി തിരിച്ചു പറഞ്ഞു, ഞാൻ പോയില്ല, ഡഡ്ലിയോട് തന്നെ പറയാൻ. അപ്പോൾ വെർണൻ തിരിച്ച് ഡഡ്ലിയോട് പറഞ്ഞു, ആ അടുത്തിരിക്കുന്ന കമ്പ് കൊണ്ട് ഹാരി ഒരു കുത്തുകുത്ത്. പെട്ടെന്ന് തന്നെ ഹാരി എണീച്ച് പേടിച്ച് ഓടി കത്തെടുക്കാനായിട്ട്. അപ്പോൾ കത്തെടുക്കുമ്പോഴാണ് ഹാരി അത് കണ്ടത്, തനിക്കും ഒരു ലെറ്റർ. ഹാരി ആലോചിച്ചു, തനിക്കാര് ലെറ്റർ എഴുതാമെന്ന്? തനിക്കാരുമില്ലല്ലോ, ഫ്രണ്ട്സ് ഇല്ല, ഫാമിലി ഇല്ല, അങ്ങനെ ആരും, പിന്നെ ആരാ ഇത് എഴുതാൻ? ഹാരി ആ കത്തിലെ അഡ്രസ്സിലോട്ട് നോക്കി. അത് അവന് തന്നെയാണ്. അതിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: മിസ്റ്റർ ഹാരി പോട്ടർ, ദ കബോർഡ് അണ്ടർ ദ സ്റ്റെയർസ്, 4 Privet Drive, ലിറ്റിൽ വൈനി, സൊറേ. അപ്പോഴാണ് ഹാരി ശ്രദ്ധിച്ചത്, ആ ലെറ്റർ മുഴുവൻ വിചിത്രമായിരുന്നു. അത് സാധാരണ പേപ്പർ കൊണ്ടുള്ള ലെറ്റർ അല്ല, പക്ഷേ പഴയ കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്ന പാർച്ച്മെൻറ്റ് കൊണ്ടുള്ളതായിരുന്നു. പാർച്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ അനിമൽ സ്കിന്നിൽ നിന്നൊക്കെ ഡ്രൈ ചെയ്തുണ്ടാക്കി എഴുതാനൊക്കെ ഉപയോഗിക്കുന്നതാണ്, പേപ്പറിന് മുമ്പുള്ള സംഭവമാണ്. അതുമുള്ള ആ ലെറ്ററിൽ സ്റ്റാമ്പൊന്നും തന്നെ ഇല്ലായിരുന്നു. ആ ലെറ്ററും കൊണ്ട് അങ്ങനെ അതിശയത്തോടെ അകത്ത് വന്ന ഹാരിയെ ബാക്കി അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന വെർണൻ്റെ പെറ്റൂണിയുടെ ലെറ്റേഴ്സൊക്കെ അവരുടെ കയ്യിൽ കൊടുത്തു. അപ്പോഴാണ് വെർണൻ കണ്ടത് ഹാരിയുടെ കയ്യിലുള്ള ലെറ്റർ. അവൻ പെട്ടെന്ന് തന്നെ ആ ലെറ്റർ ഹാരിയുടെ നിന്ന് പിടിച്ചു വാങ്ങി. എന്നിട്ട് പെറ്റൂണിയാന്ന് അവൻ്റെ ഭാര്യയെ ഉറക്കെ വിളിച്ചു. പെറ്റൂണിയും അവിടെ തന്നെ ഓടി എന്താണെന്ന് ചോദിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അവരും കണ്ടു വെർണൻ്റെ കയ്യിലിരിക്കുന്ന ആ ലെറ്റർ.
അവർ രണ്ടുപേരും തന്നെ ആ ലെറ്റർ കണ്ടപ്പോൾ നല്ലതുപോലെ പേടിച്ചിരുന്നു. അവർ രണ്ടുപേരും ഉറക്കെ അലറി. ഹാരിയെടുത്തും ഡഡ്ലിയെടും രണ്ടുപേരെയും റൂമിലോട്ട് പോകാൻ വഴക്ക് പറഞ്ഞു. ഹാരിക്ക് അവൻ്റെ ലെറ്റർ വായിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർ സമ്മതിച്ചില്ല. ഹാരിയെ അവൻ്റെ കബോർഡിലോട്ട് തന്നെ പറഞ്ഞു വിട്ടു. ഹാരിയും ഡഡ്ലിയും അവിടെ നിന്ന് പോയതിനു ശേഷം വെർണനും പെറ്റൂണിയയും പരസ്പരം നോക്കി. പെറ്റൂണിയ പറഞ്ഞു, വെർണൻ, അവർ നമ്മളെ ബാച്ച് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. കണ്ടില്ലേ, ഹാരിയുടെ ലെറ്ററിൽ അവൻ ആ കബോർഡിനകത്താണ് കഴിയുന്നതെന്ന് എഴുതിയിട്ടുണ്ട്. വെർണനും പറഞ്ഞു, ശരിയാ എന്ന്. അപ്പോൾ പെറ്റൂണിയ ചോദിച്ചു, നമുക്ക് അവരോട് തിരിച്ചെഴുതിയാലോ? ഹാരി ആ സ്കൂളിൽ പഠിക്കാൻ താല്പര്യമില്ല എന്ന്. ഇപ്പോൾ വെർണൻ പറഞ്ഞു, വേണ്ട അതൊന്നും വേണ്ട, നമുക്ക് മൈൻഡ് ചെയ്യാതെ ഇരിക്കാം. കുറച്ച് കഴിയുമ്പോൾ അവർ അങ്ങ് നിർത്തിക്കൊള്ളും, ശല്യം ചെയ്യത്തില്ല പിന്നീട് അങ്ങനെയെന്ന്. അങ്ങനെ അവർ തീരുമാനിച്ചു ആ ലെറ്ററിനെ മൈൻഡ് ചെയ്യേണ്ടതെന്ന്. എന്നാൽ ഹാരിക്ക് ഭയങ്കരമായ ആകാംക്ഷയായിരുന്നു. തൻ്റെ പേരിൽ ഒരു ലെറ്റർ, ആരോരുമില്ലാത്ത തനിക്ക് ആരോ കത്തയച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവൻ അടുത്ത 2-3 ദിവസങ്ങളായി വെർണനോടും പെറ്റൂണിയോടും പിന്നെയും ചോദിച്ചു തൻ്റെ ലെറ്റർ കൊടുക്കാൻ. അവർ വിസമ്മതിക്കുകയും അവനെ വഴക്കു പറയുകയും ചെയ്തു. അതിനുശേഷം വെർണനും പെറ്റൂണിയയും പതുക്കെ ഹാരിയോട് പറഞ്ഞു, നീ ഇപ്പം നല്ല പൊക്കമൊക്കെ ഉണ്ട്, ആ കബോർഡിൽ ഇനി കഴിയാനൊക്കെ വളരെ പാടാണ്. അതുകൊണ്ട് നിൻ്റെ സാധനമൊക്കെ പാക്ക് ചെയ്യൂ. മുകളിൽ ഡഡ്ലിയുടെ സെക്കൻഡ് റൂമിലോട്ട് നിന്നെ മാറ്റുകയാണ്. അത് കേട്ടപ്പോൾ ഹാരി ഞെട്ടി. കൂടെ തന്നെ ഡഡ്ലി ഒരുപാട് വഴക്കുണ്ടാക്കി. അവൻ്റെ സെക്കൻഡ് ബെഡ്റൂം, അവൻ്റെ ടോയ്സൊക്കെ അവിടെയാണ് ഇരിക്കുന്നത്, അത് ഹാരിക്ക് കൊടുക്കാൻ പറ്റില്ല എന്ന്. പക്ഷേ വെർണനും പെറ്റൂണിയയും യൂഷ്വലി അവർ ഡഡ്ലിയെ എപ്പോഴും ഡഡ്ലി പറയണതൊക്കെ ചെയ്തു കൊടുക്കാറാണ് പതിവ്. പക്ഷേ എന്നാൽ ഇപ്രാവശ്യം അത് സംഭവിച്ചില്ല. അവർ ഹാരിക്ക് ഡഡ്ലിയുടെ ആ സെക്കൻഡ് ബെഡ്റൂം ഹാരിക്ക് കൊടുത്തു. അങ്ങനെ പിറ്റേന്ന് രാവിലെ പിന്നെയും ലെറ്റേഴ്സ് വരാൻ സമയമായപ്പോൾ വെർണൻ ഇപ്രാവശ്യം ഹാരിയെ വിട്ടില്ല. ആ ലെറ്ററുകളൊക്കെ എടുക്കാൻ ഡഡ്ലിയെ വിട്ടു. കുറച്ച് കഴിഞ്ഞ് ഡഡ്ലി ഓടി തിരിച്ച് അവരെ അടുത്ത് തന്നെ വന്നു. എന്നിട്ട് പറഞ്ഞു, ഡാഡ്, ഹാരിക്ക് ഇതാ പിന്നെയും ലെറ്റർ വന്നിരിക്കുന്നു. എന്നാൽ ഇപ്രാവശ്യം കബോർഡ് അണ്ടർ ദ സ്റ്റെയർസ് എന്നല്ല, സ്മോൾ ബെഡ്റൂം പ്രിവറ്റ് ഡ്രൈവ് 4 എന്നാണ് ഹാരിയുടെ പുതിയ താമസ സ്ഥലത്ത്. വെർണൻ അപ്പം തന്നെ ചാടി ഡഡ്ലിയുടെ കയ്യിൽ നിന്ന് ആ ലെറ്റർ വാങ്ങിച്ചു. എന്നിട്ട് ദേഷ്യത്തോടെ ഹാരിയും ഡഡ്ലിയും പിന്നീട് അവരുടെ റൂമിലോട്ട് പറഞ്ഞു വിട്ടു. പക്ഷേ ഹാരിക്ക് ഡിറ്റർമിനേഷനായിരുന്നു. ആ ലെറ്റർ 2 പ്രാവശ്യം വന്നു. അപ്പോൾ ഇനിയും വരും. അവൻ അത് എടുക്കാൻ വേണ്ടി രാവിലെ അലാറം വെച്ചു കറക്റ്റ് 6 മണിക്ക് എണീച്ച്. പക്ഷേ അവൻ വെർണനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. അവൻ വന്നപ്പോൾ തന്നെ വെർണൻ ഹാരിയുടെ ലെറ്ററും കയ്യിൽ പിടിച്ച് അത് വലിച്ചു കീറി കളയുന്നതാണ് ഹാരി കണ്ടത്. അതിനുശേഷം വെർണൻ തൻ്റെ വീട്ടിലുള്ള ലെറ്റർ ബോക്സ് എല്ലാം അടച്ചു പൂട്ടി. ഈ വീട്ടിൽ ഇനി ലെറ്റർ വരണ്ടെന്ന്. എന്നാലും ആ വീട്ടിൽ പല വഴികളിലായിട്ട് ലെറ്റർ വന്നുകൊണ്ടേ തന്നെയായിരുന്നു. ആ ലെറ്ററുകളൊക്കെ വന്നത് മൂങ്ങ വഴിയായിരുന്നു, ഔൾ പോസ്റ്റ്. ഹാരിക്ക് ഇതൊക്കെ കണ്ടപ്പോൾ വളരെ അതിശയമാണ് തോന്നിയത്. ഇക്കാലത്ത് ആരാ മൂങ്ങയൊക്കെ വിട്ട് ലെറ്റർ അയക്കുന്നത്? അടുത്ത ദിവസം 24 ലെറ്റർ വന്നു, അടുത്ത ദിവസം 50 ലെറ്റർ വന്നു. അങ്ങനെ ലെറ്ററുകൾ വരുന്നത് കൂടിക്കൊണ്ടേയിരുന്നു. ഒരു ദിവസം ഇതൊക്കെ കണ്ടിട്ട് സഹിക്കാൻ വയ്യാതെ വളരെ ദേഷ്യത്തോടെ വെർണൻ എല്ലാവരെയും അവരുടെ സാധനമൊക്കെ പാക്ക് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് കാറിൽ കയറി അവർ ഒരുപാട് ദൂരം സഞ്ചരിച്ചു. വെർണൻ അവരെയും കൊണ്ട് സിറ്റിയുടെ പുറത്ത് ഒരു അബാൻഡൻ ആയിട്ടുള്ള ഒരു ഹോട്ടലിൽ താമസിക്കാൻ തുടങ്ങി. എന്നാൽ പിറ്റേ ദിവസം രാവിലെ അവിടെയും ലെറ്റർ വന്നു. വെർണൻ അത് ദേഷ്യത്തോടെ പിടിച്ചു വാങ്ങി കീറിക്കളഞ്ഞു. അതിനുശേഷം അവരെയും കൊണ്ട് പല സ്ഥലങ്ങളിൽ മാറി താമസിച്ചു. ഒരു ബ്രിഡ്ജിൻ്റെ അടിയിൽ, ഒരു കാട്ടിൻ്റെ അകത്തുള്ള ഒരു ചെറിയ വീട്ടിൽ
അങ്ങനെ ഒരുപാട്. എന്നാൽ അവിടെയെല്ലാം ഹാരിയെ തേടി ലെറ്ററുകൾ വന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ വേർണൻ ഒരു തീരുമാനമെടുത്തു. ഇനി അവർ പോകണമെങ്കിൽ ആർക്കും അവരെ ഒരിക്കലും കണ്ടുപിടിക്കാനാവാത്ത ഒരിടത്ത് പോകണമെന്ന്. വേർണൻ പെറ്റൂണിയയും ഡേഴ്സ്ലിയും ഡഡ്ലിയെയും ഹാരിയെയും കൂട്ടിക്കൊണ്ട് ഒരു കടലിൻ്റെ നടുക്കുള്ള ഒരു വലിയ കല്ല്, ഭയങ്കര വലുതായ ഒരു കല്ലാണ്, പാറയാണ്. അതിലൊരു വീടുണ്ട്. അവിടെ ഒന്നുമില്ല. ലൈറ്റില്ല, കറണ്ടില്ല, ടി വി ഇല്ല, ഒരു കണക്ഷൻ, ലോകവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ആ വീട്ടിൽ അവർ താമസിക്കാൻ തുടങ്ങി. വേർണൻ ശരിക്കും വിശ്വസിച്ചു അവിടെ തങ്ങളെ തേടി ആരും വരാൻ പോകുന്നില്ല. ഒരു ലെറ്ററും അവിടെ വരില്ല. ആർക്കും അറിയില്ല തങ്ങൾ അവിടെയാണെന്ന്. എന്നാൽ ആ കടലിൽ നടക്കുകയാണെങ്കിൽ കാലാവസ്ഥ വളരെ മോശമായിരുന്നു. അവിടെ ഭയങ്കര പേമാഴയും ഭയങ്കര ശക്തമായ കാറ്റും മിന്നലും ഇടിയും ഭയങ്കരമായ സ്റ്റോമായിരുന്നു അവിടെ ഒരുപാട് കഷ്ടപ്പെട്ട് അവരെല്ലാവരും കിടക്കാൻ തുടങ്ങി. പക്ഷേ അങ്ങനെ ഹാരി മാത്രം ഉറങ്ങിയില്ല. അവൻ രാത്രി 12 മണിയാവാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. കാരണം അന്നാണ് അവൻ്റെ ബർത്ത്ഡേ. അന്ന് 12 മണിയായപ്പോൾ അവൻ ഹാപ്പി ബർത്ത്ഡേ ഹാരി എന്ന് തന്നെ വിഷ് ചെയ്തു. അപ്പോൾ പെട്ടെന്ന് ആരോ ആ വീടിൻ്റെ ഡോറിൽ ഇടിക്കുന്ന ശബ്ദം അവൻ കേട്ടു. വളരെ ശക്തമായി ആ ഡോറ് കുലുങ്ങുകയായിരുന്നു ആ ഇടിയുടെ ശക്തിയിൽ. ആ ഡോറ് മാത്രമല്ല, ആ കല്ലിൻ്റെ മുകളിലുള്ള കടലിന് നടുവിലുള്ള ചെറിയ ആ വീട് മുഴുവൻ കുലുങ്ങുകയായിരുന്നു. അത്രയും ശക്തമായ ഇടിയായിരുന്നു. ഓക്കെ ഫ്രണ്ട്സ്, ഇതാണ് 3rd ചാപ്റ്റർ. ഇവിടെ തീരുകയാണ്. അടുത്ത ചാപ്റ്ററുമായി ഒരു പുതിയ വീഡിയോയിലോട്ട് വരാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.